ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, വീഡിയോസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് ചെയ്തിട്ട് അതിലും ഒരുപാടായി. അപ്പോൾ ഞാൻ SCERT ചാപ്റ്റേഴ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അത് പറഞ്ഞിട്ടൊക്കെയാണ് പോയത്, പക്ഷേ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഫ്രഷ് സ്റ്റാർട്ട് തന്നെയാണ്. കാരണം 5ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ മാറിയതൊക്കെ എല്ലാവർക്കും അറിയാം. പുതിയ ടെക്സ്റ്റൊക്കെ എല്ലാവരും സംഘടിപ്പിക്കണം, ഡൗൺലോഡ് ചെയ്ത് വെക്കണം കേട്ടോ. എത്രയും പെട്ടെന്ന് വായിച്ച് തുടങ്ങേണ്ടതാണ്. ഇനി അടുത്ത വർഷം 6ഉം 8ഉം ഒക്കെ മാറൂലേ, അപ്പോൾ അത് നമുക്ക് പഠിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് 5ലെ മാറിയ പാഠഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഇപ്പോഴേ പഠിച്ച് നോട്ടൊക്കെ എഴുതി വെക്കാൻ തുടങ്ങാം. അപ്പം ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിന് ഇത് ഉപകാരപ്പെടും. അതേപോലെ നമുക്ക് എന്തായാലും ഇത്തരം ക്ലാസ്സുകളൊന്നും ഉപകാരപ്പെടാതെ പോവില്ല. എപ്പോഴായാലും നമ്മൾ ഫ്യൂച്ചറിൽ ക്ലാസ് എടുക്കാൻ പോകുന്നവരാണെങ്കിലൊക്കെ നമുക്കിത് ഉപകാരപ്പെടുകയുള്ളൂ. ഇനി നമ്മളെ PSC എക്സാമുകൾക്കൊക്കെ തന്നെ ഉപകാരപ്പെടും. ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പാഠഭാഗത്തിലേക്ക് കടക്കാം, ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. ഓരോ ദിവസം ഓരോ ചാപ്റ്റർ എന്നുള്ള രീതിയിൽ പോയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തത്. കാരണം തുടങ്ങാൻ കുറച്ച് വൈകിപ്പോയി എന്നറിയാം. എങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് സയൻസും സോഷ്യലൊക്കെ കവർ ചെയ്തിട്ട് പോകണം അല്ലേ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം കേട്ടോ. ഒറ്റയല്ലൊരു ജീവിയും. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കണക്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിലൂടെയാണ് നമ്മളെ പാഠം മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇപ്പം ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട് അങ്ങനെയൊന്നും ചോദിച്ച് പഠിപ്പിക്കുകയും പറയുകയൊന്നും വേണ്ടാന്ന് എനിക്കറിയാം. കാരണം നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഈ പൊന്മാനെ കുറിച്ചാണ് ഇവരിവിടെ പറയുന്നത് കേട്ടോ. അപ്പം നദീതീരത്തോ കുളക്കരയിലോ മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പൊന്മാനെ കാണുന്നതാണല്ലോ അല്ലേ? അപ്പോൾ അധികവും ഈ വയലിൻ്റെ സൈഡിൽ, അതേപോലെ കുളക്കരയിൽ, ആ ഭാഗത്ത് മരച്ചില്ലയിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതെന്തിനാ ആ ഭാഗങ്ങളിൽ താമസിക്കുന്നത്? എന്തിനാ? അതിന് എൻ്റെ മെയിൻ ആഹാരത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഇതാണല്ലേ. അതും ചെറുമീനുകളൊക്കെയാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ താമസിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് അത് ആ ഏരിയയിലൊക്കെ താമസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ജീവികളുടെയും പ്രധാനപ്പെട്ട ഭക്ഷണം എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. ഇവിടെ ഒരു ആടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആടിൻ്റെ പ്രധാന ആഹാരങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇലകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ? പ്ലാവിൻ്റെ ഇലയൊക്കെ ഓരോരുത്തർ പറിച്ചിട്ട് കൊണ്ടുവന്ന് കാണാറില്ല ആടിന് കൊടുക്കാൻ. അതേപോലെ തന്നെ പുല്ല് അത് ഭക്ഷിക്കാറുണ്ട്. പിന്നെ ധാന്യങ്ങളൊക്കെ അതിന് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇലകൾ, പുല്ലുകളൊക്കെ തന്നെയാണ് ആടിൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പം സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതൊക്കെ ജീവികൾ നമുക്കറിയാം? പശു ഉണ്ട്, ഈ ചിത്രത്തിൽ കൊടുത്ത് മാന്, മുയൽ, ഇതൊക്കെ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്നതാണ്. ഈ വലിയ വലിയ ജീവികളല്ലാതെ വേറെയുണ്ട് അല്ലേ? പുഴു, പുൽച്ചാടി, അങ്ങനെയൊക്കെയുള്ള കുറേ ജീവികളും ഉണ്ട്. അപ്പം നമുക്കൊരു വലിയ ആഹാര ശൃംഖലയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിലേക്ക് എത്തിയിട്ടില്ല, പറയാം. അപ്പോൾ വാസസ്ഥലവും ആഹാരവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമുക്കിവിടെ ഒരു കുളമാണ് കാണിച്ചു തന്നത്. കുളമുണ്ട്, അതിന് തൊട്ടടുത്തായിട്ട് വയലുണ്ട്. നമുക്ക് ചിത്രത്തിൽ തന്നെ ഒരുപാട് ജീവികളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? ഒരു ചെറിയ മീനിനെ നമുക്ക് കാണാം. ഈ ചെറിയ മീനിനെ ആരൊക്കെ ഭക്ഷിക്കാൻ സാധ്യതയുണ്ട്? തവള ഭക്ഷിക്കാം. അതേപോലെ തന്നെ ചെറിയ മീനുകളെ വലിയ മീനുകൾ ഭക്ഷിക്കാം. ഈ തവളേൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു പാമ്പിരിപ്പുണ്ട്. തവളേനെ പാമ്പിന് ഭക്ഷിക്കാം. അതേപോലെ തന്നെ ചെറിയ മീനിനെ വേറെ ആര് ഭക്ഷിക്കുന്നുണ്ട്? കൊക്ക് ഭക്ഷിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറേ ചിത്രങ്ങൾ നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? ഈ ഒരൊറ്റ ചിത്രത്തിൽ നിന്ന് തന്നെ. അപ്പം ചെറുമീനുകൾ ആഹാരമാക്കുന്ന ബാക്കി എന്തൊക്കെ ജീവികൾ അവിടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ തന്നെ ഇപ്പോൾ പറയുകയുണ്ടായി. ഇനി നമുക്ക് ഈ ഒരു ശൃംഖലയിലേക്ക് പോവാം. നോക്കിക്കേ, സസ്യങ്ങളെ ആഹാരമാക്കുന്നത് ആരൊക്കെയാണ്? ചെറുമീനുകൾ ആഹാരമാക്കുന്നുണ്ട്, പുഴുക്കൾ ആഹാരമാക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് വേറെ ആരെ എഴുതാം? പുൽച്ചാടീനെ എഴുതാം അല്ലേ? പുൽച്ചാടി എന്തിനെ ആഹാരമാക്കുന്നുണ്ട്? സസ്യത്തിന് ആഹാരമാക്കുന്നുണ്ട്. ഇനി അതേപോലെ പറയുവാണെങ്കിൽ ഈ ചെറുമീനിനെ വലിയ മീൻ ആഹാരമാക്കുന്നു. അതേപോലെ തവള കഴിക്കുന്നു. ഈ തവളേനെയും വലിയ മീനിനെയൊക്കെ വേറെ ആര് കൊത്തിക്കൊണ്ടുപോകുന്നുണ്ട്? കൊക്ക് കൊത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെ നീണ്ടു പോവാണ് അല്ലേ? ഇനി ഇവിടെ സസ്യത്തിന് ഞാൻ പുഴു പറഞ്ഞില്ലേ? പുഴുവിനെ ആര് ഭക്ഷിക്കും? പുഴുവിനെ കിളികളൊക്കെ വന്നിട്ട് ഭക്ഷിക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പം നമുക്കിങ്ങനെ കണ്ണികളിങ്ങനെ ചേർത്ത് പോവാനായിട്ട് പറ്റുന്നതാണ്. അപ്പം അടുത്തതും കൂടി ഒന്ന് നോക്കി നോക്കാം.
ഇതാ മാന്, മുയൽ, പുൽച്ചാടി ഇതും എന്ത് തന്നെയാണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളാണ്. ഇനി അതിൻ്റെ കണ്ണി ചേർത്ത് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ലേ? പറയാൻ പറ്റുമല്ലോ. എന്താണ്? മാനിനെ ആര് കഴിക്കുന്നു? മാനിനെ നമുക്ക് സിംഹത്തിന് ഇട്ട് കൊടുക്കാം. ഓക്കെ, സിംഹം കഴിക്കുന്നു. മുയലിനെ കടുവ കൊണ്ടുപോയിക്കോട്ടെ. ഓക്കെ, മുയലിനെ കടുവ കൊണ്ടുപോയി. ഇനി പുൽച്ചാടീനെ ആണെങ്കിലോ, പുൽച്ചാടീനെ നമുക്ക് ആർക്ക് കൊടുക്കാം? തവളയ്ക്ക് കൊടുക്കാം അല്ലേ? തവളേനെ ആര് കഴിക്കും? പാമ്പ് കഴിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ണി ചേർത്തിട്ട് ആഹാര ബന്ധങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നത്. ഇനിയാണ് നമ്മൾ നമ്മുടെ പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സസ്യങ്ങളെ ആഹാരമാക്കുന്നവയെ പഠിച്ചു. അവയെ ആഹാരമാക്കി അതിനെ ദഹിപ്പിക്കുന്ന ജീവികളെയൊക്കെ നമ്മൾ ഇപ്പോൾ കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ആഹാര ശൃംഖല എന്ന് മാത്രമല്ല, അതായത് ഫുഡ് ചെയിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് വേറെയാണ്, അത് നമ്മൾ പഠിക്കാം. കാരണം ഇത് മെയിൻ ഒരു കണ്ടൻറ്റിൽ നിന്ന് ചെറുതായി ഉള്ളിലേക്ക് പോവുക ചെയ്യാം. കാരണം ഫുഡ് വെബാണ് നമ്മൾ ആദ്യം പറയുന്നത്, പിന്നെയാണ് നമ്മൾ ഫുഡ് ചെയിനിലേക്ക് എത്തുന്നത് കേട്ടോ. ഇത് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് അത് വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. അതിവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മരം കൊടുത്തിട്ടുണ്ട്. മരത്തിൽ നിന്നുള്ള ഇലകളൊക്കെ വീണിട്ട് മാന് കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് പശുവാന്ന് തോന്നുന്നു. അപ്പോൾ ഈ മാനിനെയും പശുവിനെയൊക്കെ ആര് ഭക്ഷിക്കുന്നുണ്ട്? കടുവ ഭക്ഷിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു സസ്യം നെൽച്ചെടി കൊടുത്തിട്ടുണ്ട്. നെൽച്ചെടീനെ പുൽച്ചാടി കഴിക്കുന്നു. പുൽച്ചാടീനെ ഏതോ കിളി കഴിക്കുന്നു. അതിനെ കുറുക്കനാണെന്ന് തോന്നുന്നു. പിന്നെ കുറുക്കൻ കഴുകനിലെത്തുന്നുണ്ട്. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരു ആഹാര ശൃംഖല ജാലവും നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്താണ് ആഹാര ശൃംഖല ജാലം എന്ന് ഈ ചിത്രത്തിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാവും കേട്ടോ. ഇപ്പം നമ്മൾ കരയിലും വെള്ളത്തിലുള്ളതൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ എവിടെയുണ്ട്? കടലിലും ഉണ്ട് എന്നാണ് അടുത്ത ഒരു ഹെഡിങ്ങിൽ പറയുന്നത്. അപ്പം കടലിൽ ആരൊക്കെയുണ്ട്? സ്രാവുണ്ട്, മത്തി, ചെറുമീൻ, കടലാമ, പ്ലവകങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കരയിൽ സസ്യങ്ങളെ പറയുന്ന പോലെ തന്നെ കടലിലെ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പ്ലവകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് നമ്മൾ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം സസ്യവിഭാഗത്തിൽ പെടുന്നത് തന്നെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ആര്? ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഓരോ ആവാസ വ്യവസ്ഥകളും നമ്മൾ പരിചയപ്പെട്ടു വരുവാണ് അല്ലേ? കുളം നമ്മൾ കണ്ടു, കാടൊരു ആവാസ വ്യവസ്ഥയാണ്. അതേപോലെ തന്നെ സമുദ്രം എന്താണ്? ഒരു ആവാസ വ്യവസ്ഥയാണ്. അവിടുത്തെ ഉൽപാദകരാണ് ആര്? ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓരോ ജീവികളും അതിൻ്റെ ആഹാരങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്കൊരു ആഹാര ശൃംഖല ജാലം നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലവകങ്ങളെ ആര് ഭക്ഷിക്കുന്നുണ്ട്? ചെറുമീനുകൾ ഭക്ഷിക്കുന്നുണ്ട്. അതേ പ്ലവകങ്ങളെ തന്നെ ഈ ആരൊക്കെ ഭക്ഷിക്കുന്നുണ്ട്? മത്തി ഭക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ആഹാര ശൃംഖല ജാലം ഇവിടെ നിർമ്മിക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ആഹാര ശൃംഖല ജാലം എന്ന് തന്നെ ഇത്രയും നേരമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല കേട്ടോ. ഇനി എന്താണ്? ഇനി നമുക്ക് എന്താണ് ആവാസം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ എന്ന് പറയുന്നത്. ഓക്കെ, മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസം ആണ് ഇത്. ഓക്കെ, അപ്പം ഒരുപാട് ജീവികൾക്ക് അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസം എന്ന് പറയുന്നത് അല്ലേ? അപ്പം അതിനുദാഹരണമാണ് വയൽ എന്ന് പറയുന്നത്. വയൽ മാത്രമല്ല, ഒരുപാട് വേറെയും ആവാസങ്ങളുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ അവിടെയൊന്നും കാര്യമായിട്ടൊന്നും നമുക്ക് പഠിക്കാനൊന്നുമില്ല കേട്ടോ. ഇനി ഇവിടെ എന്തുകൊണ്ട് കടുവ സംരക്ഷണം എന്ന് പറഞ്ഞൊരു കാര്യം കാണാം. അതിന് മുന്നേ ഈ ഒരു ആഹാര ശൃംഖല ജാലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സസ്യങ്ങളെ ഭക്ഷിക്കുന്നത് ഇവിടെ മാനുണ്ട്, പിന്നെ ഇതെന്താ പോത്താണോ, പിന്നെ പുൽച്ചാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഓരോ രീതിയിൽ പോയിട്ട് ഇവിടെ ഒരു കടുവയിൽ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓരോ കണ്ണിയിലും നിൽക്കുന്ന ഓരോരുത്തർക്കും ആ
ആവാസ വ്യവസ്ഥയിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ കടുവകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കാനാ എന്ന് നിങ്ങൾ വിചാരിക്കും. കടുവേൻ്റെ ശല്യം ഒഴിവായി എന്നായിരിക്കും നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക. പക്ഷെ അതല്ല സംഭവം എന്ന് പറയുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കാം. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. നമ്മൾ കണ്ടല്ലോ, ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരാൾ കൂടിയാലും പ്രശ്നമാണ്, ഒന്ന് കുറഞ്ഞാലും പ്രശ്നമാണ്, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ടാൽ കിടക്കുന്നതെന്നാണ് നമ്മൾ തുടക്കം മുതലേ പഠിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പങ്കുണ്ട് ഈ ഒരു ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം, അല്ലേ? ഇപ്പം നമ്മൾ തന്നെ കണ്ടു, സസ്യങ്ങളെ ഭക്ഷിക്കുന്ന മാനുണ്ട്, പുൽച്ചാടിയുണ്ട്, വേറെ ഒരുപാട് ജീവിവർഗങ്ങളെ നമ്മൾ കണ്ടു. അതേസമയം കടുവേൻ്റെ ധർമ്മം വഹിക്കാൻ അതേ ലെവലിലുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, കടുവയെ പോലെയുള്ള ജീവികളില്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികം ഇല്ല. ഓക്കെ, അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു. ഓക്കെ, കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായിട്ടും സംരക്ഷിക്കപ്പെടുന്നു. അത് കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊന്നും കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു ആഫ്രിക്കൻ മുഷീനെ പറ്റി പറയുന്നുണ്ട്. മുൻഷി എന്നൊക്കെയാണ് വരുന്നത്. മുഷീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലരുടെ കിണറിലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഫ്രിക്കൻ മുഷി എന്താ ഭക്ഷിക്കുന്നത്? ഈ നാടൻ മത്സ്യങ്ങളെയാണ് ഈ ആഫ്രിക്കൻ മുഷി ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ മത്സ്യങ്ങളെയൊക്കെ തന്നെ ഇത് എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പോൾ ഓരോ കണ്ണിക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ മുഷി കൂടുതലായിട്ട് ഇങ്ങനെ പെറ്റുപെരുകുന്നത് നല്ലതായിരിക്കുമോ? അല്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്, വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് പെരുകുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അവിടെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ എവിടെ തന്നെയാണ് നിൽക്കുന്നത്? ആഹാര ശൃംഖല ജാലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ പുറത്തുള്ള വേറെ പോയിന്റുകളൊന്നും നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ, ഇനി ആഹാര ബന്ധങ്ങൾ നോക്കൂ. വീണ്ടും നമുക്കൊരു ആഹാര ശൃംഖല ജാലം തന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഒറ്റ ഒരു ശ്രേണി മാത്രം നമ്മൾ എടുത്ത് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ എണ്ണം കണ്ടു, അതിൽ ഒറ്റ ഒന്ന് മാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത്? സസ്യം, പുഴു, അതിനെ കോഴി ഭക്ഷിക്കുന്നു, കോഴീനെ കുറുക്കൻ, അവസാനം കഴുകലിലെത്തി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് കാണിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ആഹാര ശൃംഖല ജാലം അഥവാ ഫുഡ് വെബ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർക്കുന്നുണ്ടോ? ഫുഡ് വെബാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിൽ ഒരു ശ്രേണീനെ മാത്രമാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പറയാം? വിവിധ ആഹാര ശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയാലോ, ഇല്ലേ? ആഹാര ശൃംഖല ജാലം എന്ന് പറഞ്ഞൂടെ? കാരണം എന്താണ്? ഇതാണ് ഒരു ആഹാര ശൃംഖല ജാലം. ഇത് മൊത്തത്തിൽ എന്താണ്? ഒരു ആഹാര ശൃംഖല ജാലമാണ്. അതിലെ ഒരൊറ്റ കണ്ണി മാത്രമാണ് നമുക്ക് നേരത്തെ, ഒറ്റ കണ്ണിയല്ല, ഒറ്റ ശ്രേണി മാത്രം. ഇതിനെയാണ് നമ്മൾ താഴേക്ക്, കഴുകനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഇങ്ങനെ ഒറ്റ ശ്രേണീനെ മാത്രം എടുത്തപ്പോൾ അതെന്തായി മാറി? അതൊരു ഫുഡ് ചെയിനായിട്ട് മാറി. അതിനെയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അതേപോലെ ഇനി ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിലോ, ഇത് മറ്റൊരു ആഹാര ശൃംഖല ആണ്, ഫുഡ് ചെയിൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായല്ലോ എന്താണ് ആഹാര ശൃംഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊന്നും കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്തിലേക്ക് പോവാം?
നമ്മൾ പറഞ്ഞു എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യങ്ങളിൽ നിന്നാണ്. അതാണ് ഉൽപാദകരായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പം അതിൻ്റെ നിലനിൽപ്പിനും ആഹാരം ആവശ്യം ഇല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞു സസ്യങ്ങളെ പുൽച്ചാടി ആഹാരമാക്കുന്നു, സസ്യങ്ങളെ മാന് ഭക്ഷിക്കുന്നു പറഞ്ഞ സസ്യം സസ്യം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഈ സസ്യങ്ങൾ പാവങ്ങൾ അവർക്ക് എവിടുന്ന ഭക്ഷണം കിട്ടുന്നേ? അവർ പാവം സ്വയം ഭക്ഷണം നിർമ്മിക്കുക ചെയ്യുന്നത് അല്ലേ? സ്വപോഷികളാണ് അല്ലേ സസ്യങ്ങൾ, ഹരിതസസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ സ്വന്തമാണ് ആഹാരം ഉണ്ടാക്കുന്നത്, അതാരും കാണുന്നില്ല. അപ്പോൾ ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആഹാര ശൃംഖലാജാലം, ആഹാര ശൃംഖല. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് എത്തുന്നത്? ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. അപ്പോൾ അത് ഏത് ടോപ്പിക്കിലെത്തി? നമ്മൾ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതിവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ എഴുതേണ്ട ആവശ്യമില്ല, എന്നാലൊന്ന് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, പിന്നെയോ ഓക്സിജൻ ആവശ്യമാണ്, പിന്നെയോ ഓക്സിജൻ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ സൂര്യപ്രകാശം. ഓക്കെ, സൂര്യപ്രകാശം, ജലം, ലവണം, ഇതൊക്കെ എന്തിനാവശ്യമാണ്? നമ്മുടെ ആഹാര നിർമ്മാണത്തിന് ആവശ്യമാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. ഓക്കെ, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ നമ്മൾ എന്ത് പറയുന്നു? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇനി ഇലകളിൽ വെച്ചാണ് ഈ പ്രവർത്തനം നടക്കുന്നത് നമുക്ക് അറിയാം. അപ്പോൾ ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അതും നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതാണ് ആര്? ഹരിതകം എന്ന വർണ്ണകം. ഇലകളിലുള്ള ഹരിതകം സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ആഹാര നിർമ്മാണത്തിന് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആരൊക്കെയാണ് ഉണ്ടാവുന്നത്? ഓക്സിജൻ മാത്രമാണോ ഉണ്ടാവുന്നത്? അല്ല, ഓക്സിജനും പിന്നെ ആരും ഉണ്ടാകുന്നുണ്ട്? ഗ്ലൂക്കോസും ഉണ്ടാവുന്നുണ്ട്. ഇത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. 5ാം ക്ലാസ് ആയതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാത്തത് കേട്ടോ. പക്ഷെ നമ്മൾ PSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് മാക്സിമം പറയുന്നത്. പിന്നെ എൻ്റെ ക്ലാസ് നിങ്ങൾ വേണമെങ്കിൽ 2x കണ്ടോളൂ കേട്ടോ. കാരണം ഞാൻ ചിലപ്പം കുറച്ച് താളത്തിലൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. മാക്സിമം സ്പീഡിൽ പറഞ്ഞിട്ട് പോവാം. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഒന്ന് പൊടി തട്ടി പോയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ 2027 LPUPക്ക് പഠിക്കാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടൊക്കെ പോയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ടോപ്പിക്കാണ് പഠിക്കുന്നത്? പ്രകാശ സംശ്ലേഷണമാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ആരൊക്കെ ആവശ്യമാണ്? പ്രധാനമായിട്ടും ജലവും സൂര്യപ്രകാശവും നമുക്ക് ആവശ്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡും ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൽപ്പന്നം എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത് ഓക്സിജനും ഗ്ലൂക്കോസും ആണ്. പിന്നീട് ഈ ഗ്ലൂക്കോസിന് എന്താ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഗ്ലൂക്കോസിനെ ജലത്തിൽ ലയിക്കാത്ത എന്തായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു? അന്നജം. എന്താണ്? അന്നജമായിട്ടാണ് നമ്മൾ സസ്യഭാഗങ്ങളിൽ സംഭരിച്ച് വെക്കുന്നത്. ഇങ്ങനെ സംഭരിച്ച് വെക്കുന്ന സസ്യഭാഗങ്ങളെയാണ് നമ്മൾ പിന്നെ കട്ടെടുക്കുന്നത്. നമ്മൾ എന്തെടുക്കുന്നത്? ആഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പാവ സസ്യങ്ങൾ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി അത് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മളെടുത്തിട്ട് കഴിക്കുന്നത് അല്ലേ? എന്തൊരു വിരോധാഭാസം. ഓക്കെ, ഇനി ഊർജം ലഭിക്കാൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് നമ്മൾ കണ്ടു. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏത് ഭാഗം വഴിയാണ്? അതിനൊരു സംശയവുമില്ല, ഇലകൾ വഴിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇലകളിലേക്ക് നമ്മളെത്തി. അപ്പോൾ നമ്മൾ ആഹാര ശൃംഖലാജാലം, ആഹാര ശൃംഖല ഇങ്ങനെ കഷ്ണം മുറിച്ച് ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ആഹാര ശൃംഖല, അതിൽ നിന്ന് നമ്മൾ സസ്യങ്ങളിലേക്ക് എത്തി. സസ്യങ്ങൾ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നു എന്ന് ചിന്തിച്ചു. അതിങ്ങനെ പ്രകാശ സംശ്ലേഷണത്തിലെത്തി. ഇനി ഇതിന് സഹായിക്കുന്നത് സസ്യങ്ങളിലെ ഇലകളാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഇലകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇലകളുടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കണ്ടോ? ഇതിൽ സൂര്യപ്രകാശം വന്ന് തട്ടുന്നത് കണ്ടോ? സൺ കിസ്ഡ്
ഓക്കെ, അപ്പോൾ പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിലെ ഇലകളൊക്കെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇലകളിലെ ക്രമീകരണം ഒന്ന് നമുക്ക് നോക്കാം. ചിത്രങ്ങൾ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ കാണാമല്ലോ അല്ലേ? ചെമ്പരത്തിയിലെ ഇലകളുടെ കണ്ടോ, ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ടൊരില, പിന്നെ കുറച്ച് മാറി വീണ്ടും ഒരില, പിന്നെ ഒരില, അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു വിന്യാസത്തിൻ്റെ പേരൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് മുമ്പ് പഠിക്കാനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെന്തായാലും ഞാൻ ഇവിടെ ഉൾപ്പെടുത്താം. ഏകാന്തര വിന്യാസം എന്നാണ് ഇതിന് പറയുക കേട്ടോ. ഈ ചെമ്പരത്തിയിൽ കാണപ്പെടുന്നത് ഏകാന്തര വിന്യാസമാണ്. അതായത് ഒരു പർവ്വത്തിൽ നിന്നും ഒരില എന്നുള്ള രീതിയിൽ, കണ്ടില്ലേ, ഒരില എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. അതാണ് ചെമ്പരത്തിയിൽ കാണപ്പെടുന്നത്. ഇനി അടുത്തതാണ് തുളസി. തുളസിയിൽ എന്താ കാണുന്നത് ഒന്ന് നോക്കിക്കേതാ, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പർവ്വത്തിൽ നിന്നും എതിർ ദിശയിലേക്കും ഇരുവശങ്ങളിലേക്കും ഇല ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയുന്നറിയോ? എളുപ്പമാണ്, എതിർവിന്യാസം എന്നാണ് പറയുന്നത്. എന്താണ് എതിർവിന്യാസം എന്ന് പറയും തുളസിയിൽ. അതേപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറയാം, തുമ്പച്ചെടിയിൽ, അതേപോലെ തന്നെ കാപ്പിച്ചെടിയിലൊക്കെ എന്താണ് എതിർവിന്യാസമാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തതാണ് ഏഴിലം പാല. ഏഴിലം പാലയിൽ നോക്കിക്കേ, ഒരു പർവ്വത്തിൽ നിന്ന് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഇലകൾ കാണുന്നില്ലേ? അടുത്തതിൽ നിന്ന് ഇതാ 4 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അങ്ങനെയാണ് ഏഴിലം പാലയിൽ നമ്മൾ കാണുന്നത്. ഏഴിലം പാലയിൽ മാത്രമല്ല, പിന്നെ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു അരളി. ഓക്കെ, അരളിയിലൊക്കെ കാണപ്പെടുന്നത് എന്താണ് ഈ ഒരു വിന്യാസമാണ്. അതിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, സർപ്പിള വിന്യാസം. എന്താണ് സർപ്പിള വിന്യാസം? അപ്പം ഏകാന്തര വിന്യാസം, എതിർവിന്യാസം, സർപ്പിള വിന്യാസം, അതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പം നമ്മൾ ഇലയിലെ ക്രമീകരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. ചെമ്പരത്തിയിൽ കാണപ്പെടുന്നത് പോലെ തന്നെയാണ് മാവിലും കാണപ്പെടുന്നത്, അതായത് ഏകാന്തര വിന്യാസം. പിന്നെ തുളസി, തുമ്പ, കാപ്പി നമ്മൾ പറഞ്ഞില്ലേ എതിർവിന്യാസം. അതേപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് തെച്ചി. പിന്നെ ഏഴിലം പാലയിലാണ് സർപ്പിള വിന്യാസം. അതേപോലെ തന്നെയാണ് അരളിയിലും കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അത്രയും നമ്മൾ ക്രമീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഇല പച്ചയ്ക്കു പിന്നിൽ. അപ്പം ഇലയിൽ എന്ത് മനസ്സിലാക്കി? ഇലേൻ്റെ ക്രമീകരണത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ഇലകളിൽ കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത് പച്ച ഇലകളാണ് അല്ലേ? ഓക്കെ, ഹരിത സസ്യങ്ങളാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പം പച്ച നിറം ആണല്ലോ, ആണ്. എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ കാരണം ഏത് വർണ്ണകങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യം നമുക്ക് പച്ച നിറത്തിനുള്ള കാരണം എന്താണ്? ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ആര്? ഹരിതകം. ഈ ഹരിതകമാണ് എന്തിന് സഹായിക്കുന്നത്? പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി മറ്റ് നിറങ്ങളും കൂടി നമുക്കിവിടെ പഠിക്കാം. അപ്പം ചുവപ്പ് നിറത്തിന് കാരണം ഏത് വർണ്ണകമാണ്? ആന്തോസയാനിനാണ്, പഠിച്ചു വെക്കുക. ഓറഞ്ച് നിറം കരോട്ടിനാണ്. അത് നമ്മൾ ക്യാരറ്റിന് ആലോചിച്ചാൽ മതി, അപ്പം തന്നെ കരോട്ടിൻ കിട്ടും ഇല്ലേ? ഓറഞ്ച് നിറത്തിലല്ലേ ക്യാരറ്റ് ഉണ്ടാവുക? ക്യാരറ്റ്, കരോട്ടിൻ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഇനി മഞ്ഞ ആണെങ്കിലോ സാന്തോഫിലാണ്. ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന 2 സാധനങ്ങളാണ് ആന്തോസയാനിനും അതേപോലെ തന്നെ സാന്തോഫിൽ എന്ന് പറയുന്നത്. അത് മാറിപ്പോകേണ്ട ആവശ്യമില്ല. ഞാൻ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളർ ഓഫ് ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. അതായത് ഈ മഞ്ഞ നിറം കാണുന്നതും മഞ്ഞ നിറം നമ്മളെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ എനർജീനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ മൂഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കളറാണ് മഞ്ഞ എന്നൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കളർ ഓഫ് ഹാപ്പിനെസ് എന്നൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ഒരു കളറാണ് മഞ്ഞ എന്ന് ആലോചിച്ചാൽ തന്നെ സന്തോഷം, സാന്തോഫിൽ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ആന്തോസയാനിന് നമുക്ക് മാറിപ്പോവില്ല കേട്ടോ. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണല്ലോ ചിലരുടെ പ്രശ്നം. അങ്ങനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തന്നത്. അപ്പം മഞ്ഞ സാന്തോഫിൽ, ഓറഞ്ച് പിന്നെ ക്യാരറ്റ് കിട്ടുന്നതുകൊണ്ട് കാരോട്ടിൻ മാറിപ്പോവില്ല, പിന്നെ ചുവപ്പ് ആന്തോസയാനിൻ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിവിധ വർണ്ണകങ്ങളെക്കുറിച്ചും പഠിച്ചു. അപ്പം നമ്മൾ ഇലകളിലെ പ്രകാശ സംശ്ലേഷണം പറഞ്ഞു, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്നും ഹരിതകത്തിലേക്ക് എത്തി. പിന്നെ ഇലകളിലെ ക്രമീകരണം പറഞ്ഞു, വിവിധ വർണ്ണകങ്ങളെയും പരിചയപ്പെട്ടു. ഇനി വാതക വിനിമയത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്?
കാർബൺ ഡൈ ഓക്സൈഡാണ്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ സസ്യങ്ങൾ ശ്വസിക്കുന്നത്? അല്ല. അത് ഏത് തന്നെയാണ്? അത് ഓക്സിജൻ തന്നെയാണ്. അപ്പം നമ്മളും സസ്യങ്ങളും ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആരെ തന്നെയാണ്? ഓക്സിജനെ തന്നെയാണ്. പ്രകാശ സംശ്ലേഷണത്തിനാണ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ ആശ്രയിക്കുന്നത്. അപ്പം നമ്മുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അളവ് ഇവിടെ കൊടുത്തിട്ടില്ല, അത് ഞാൻ വേറെ ഒന്നിൽ ആഡ് ചെയ്യാം കേട്ടോ. അയ്യോ, ഇവിടെ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. സാരില്ല, 5ാം ക്ലാസ് അല്ലേ, അപ്പം ഇത് ഏറ്റവും കൂടുതലുള്ളത് ഏത്, ഏറ്റവും കുറവുള്ളത് ഏത് എന്ന് മാത്രം ഇവിടെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അതിനുള്ള കോഡ് എന്തായിരുന്നു? നോ എ സി ആണെന്ന് തോന്നുന്നു. നോ എ സി, അതായത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൈട്രജൻ. ഓക്കെ, നൈട്രജൻ. ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഓക്സിജൻ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗൺ. സി പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്. മനസ്സിലായില്ലേ? നോ എ സി. അതിൻ്റെ ഒരു ഓർഡർ, അതായത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ, പിന്നെ കാണപ്പെടുന്നത് ഓക്സിജൻ, പിന്നെ കാണപ്പെടുന്നത് ആർഗൺ, പിന്നെ ഏറ്റവും കുറവ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്, അളവിൻ്റെ ഓർഡർ പറയുന്നത് കേട്ടോ. അപ്പം ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ സസ്യങ്ങൾക്കും ഊർജം ആവശ്യമാണല്ലോ. ആണ്. അപ്പോൾ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ സസ്യങ്ങളിലും എന്ത് നടക്കുന്നുണ്ട്? ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായിട്ട് ആരെയാണ് ആശ്രയിക്കുന്നത്? ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, ശ്വസന ഫലമായിട്ട് ആരാ ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു വിടുന്നുണ്ട്. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ പകലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവർ ആ സമയത്ത് എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, അത് ഇലകളിലൂടെ തന്നെയാണ്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതുമുണ്ടോ? ഉണ്ടല്ലോ. അതാണ് നമ്മളിവിടെ നിരീക്ഷിക്കുന്നത്. മൈക്രോസ്കോപ്പാണ് നമ്മൾ അങ്ങനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സാധനങ്ങളെയൊക്കെ വലുതായി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? മൈക്രോസ്കോപ്പ്. ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഒരു മൈക്രോസ്കോപ്പാണ്. അതിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതാണ്ട് ഇവിടെ ഇങ്ങനൊരു സാധനം കാണാം. ഇതിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് വാതക വിനിമയം നടക്കുന്നത്. സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്ന് നമുക്ക് പറയാം. സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം, ഇതാണ് വാതക വിനിമയത്തിന് സഹായിക്കുന്നത്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്ന് അറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. അപ്പം നമ്മൾ ഇലകളിലെ ഹരിതകം പഠിച്ചു, ഇപ്പം സ്റ്റൊമാറ്റനെ പരിചയപ്പെട്ടു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പകൽ എന്ത് നടക്കുന്നുണ്ട്? ഇലകളിൽ ശ്വസനം നടക്കുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ശ്വസനത്തിന് ആരെടുക്കുന്നു? ഓക്സിജൻ എടുക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വിടുന്നു. ഇനി പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു, ഓക്സിജനെ പുറത്തു വിടുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി രാത്രിയിലാണെങ്കിൽ ശ്വസനമാണ് നടക്കുന്നത്. ആരെയാണ് എടുക്കുന്നത്? ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. അതുകൊണ്ടാണ് ചില ചെടികളൊന്നും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കരുതെന്ന് പറയുന്നത്. വീടിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. രാത്രി സമയങ്ങളിൽ ശ്വസനം നടക്കുന്നതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നതുകൊണ്ടാണ് റൂമിലൊന്നും അങ്ങനെ വെക്കരുതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആഹാര ശൃംഖലാജാലം, ആഹാര ശൃംഖല, ഇലകളിലെ ആഹാര നിർമ്മാണം പഠിച്ചു. അതിൽ നിന്നും ഹരിതകത്തെ പരിചയപ്പെട്ടു, സ്റ്റൊമാറ്റയെ പരിചയപ്പെട്ടു, ഇലകളുടെ ക്രമീകരണത്തെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആതിഥേയനും അതിഥികളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇത് മാവാണ്, ഒരു മരമാണ്. മാവ് എന്താ പറയുന്നത്? മാവിന് വേണ്ട ആഹാരം മാവ് സ്വയം നിർമ്മിക്കുന്നു എന്ന് പറയുന്നു. തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി മാവിൻ്റെ മണ്ടയിൽ ആരിയ്രിപ്പുണ്ട്? ഒരു മരവാഴ ഇരിപ്പുണ്ട്. മരവാഴ എന്താ പറയുന്നത്? എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു. ആഹാ, ഓക്കെ. പക്ഷെ എന്താണ്
എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. പാവം മരവാഴ ഇവിടെ ഇരുന്നോട്ടെ, മരവാഴയെ കൊണ്ട് ആർക്കും വലിയ ദോഷമൊന്നുമില്ല, മരവാഴയ്ക്ക് അവിടെ ഇരുന്നാൽ മതി. പക്ഷെ ആഹാരമൊക്കെ എന്ത് ചെയ്തോളും, സ്വയം നിർമ്മിച്ചോളും. അവനൊരു ഷെൽട്ടറാണ് ആവശ്യം. ഇനി ആരാ ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു ഇത്തിൽക്കണ്ണി ഇരിപ്പുണ്ട്. ഇത്തിൽക്കണ്ണി എന്താ പറയുന്നത്? ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ആഹാ, പിന്നെ എന്താ വ്യത്യാസം? പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അത് ശരി, അപ്പോൾ ആഹാരത്തിനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ വയ്യ, അതിനുള്ള ജലവും ലവണമൊക്കെ ആരിൽ നിന്ന് എടുക്കണം? മാവിൽ നിന്ന് എടുക്കണം. അത് കൊള്ളാലോ അല്ലേ? അപ്പം നമുക്ക് ഇവരൊക്കെ ആരൊക്കെയാണെന്നൊക്കെ പരിചയപ്പെടാം കേട്ടോ. അതിനു മുമ്പ് ഇവിടെ ഒരാളും കൂടി ഉണ്ട്, മൂടില്ലാത്താളി. മൂടില്ലാത്താളിൻ്റെ വിശേഷം കേൾക്കാം. ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, മടിയനാണ്. എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. പാവം മാവ് ചിരിച്ചിരിപ്പുണ്ട്, എന്നാൽ കൂടെയുള്ളവരൊക്കെ പണി കൊടുക്കുക. അതിലൊരു മരവാഴ മാത്രമുണ്ട് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ബാക്കി എല്ലാവരും കൂടെ നിന്ന് ചതിക്കുക ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പം മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ, ഇവരുടെയൊക്കെ സംഭാഷണം നമ്മൾ കണ്ടു. ഇനി ഇവരൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നു. മരവാഴേൻ്റെ ചിത്രം നമുക്ക് നോക്കാം. മരവാഴയ്ക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചെറിയ വേരുകൾ ഇങ്ങനെ മരത്തേൽ പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും മാവിൻ്റെ മുകളിൽ. കൂടാതെ എന്തും ഉണ്ടാകും? കട്ടി കൂടിയ വേരുകളും നമുക്ക് കാണാൻ കഴിയും. അതെന്തിനാ സഹായിക്കുന്നത്? അത് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് പാവം മരവാഴകൾ ഇങ്ങനെ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിഫൈറ്റുകൾ. എന്താണ്? പഠിച്ചു വെച്ചോളൂ. എപ്പിഫൈറ്റുകൾ. ഇതൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് കേട്ടോ. ഓർക്കിഡുകൾ എന്താണ്? എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. പിന്നെ ഉണ്ട് കേട്ടോ 1-2 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതി വെക്കാം. എന്താണ്? സീതത്താലി കേട്ടിട്ടുണ്ടോ? സീതത്താലി, അതേപോലെ തന്നെ ബൾബോഫില്ലം. ഇതൊന്നും കേട്ട് ഞെട്ടണ്ട കേട്ടോ, ഇതൊന്നും ചിലപ്പോൾ ചോദിക്കില്ല. അപ്പോൾ സീതത്താലി പഠിച്ചോ? സീതത്താലി, ബൾബോഫില്ലം. ഇപ്പം നമ്മൾ പറഞ്ഞ ഓർക്കിഡുകൾ, മരവാഴകൾ, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പം മാവിൻ്റെ കൂടെ ഇരിപ്പുള്ള ഒരാളാണ് മരവാഴ. ഓക്കെ, ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. ഇത്തിൽക്കണ്ണി നേരത്തെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കും, പക്ഷെ എന്താ പ്രശ്നം? ജലവും ലവണമൊക്കെ വലിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നത്. വായിച്ചു നോക്കാം. ആതിഥേയ സസ്യത്തിൽ നിന്ന്, അതായത് ആതിഥേയ സസ്യം നമ്മുടെ മാവ്, പാവം മാവിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ നമ്മൾ എന്ത് പറയും? അർദ്ധപരാദങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ വേറൊരാളുണ്ട്. ഇതേപോലെയല്ല, ആ ആളെയും കൂടി നമുക്ക് പഠിക്കാം. ആരാണത്? മൂടില്ലാത്ത ആളിയാണ്. അത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? പൂർണ്ണ പരാദത്തിൽ പെടുന്നതാണ്. ഈ മൂടില്ലാത്ത ആളിൻ്റെ കളറ് കണ്ടോ? എന്താ അതിൻ്റെ കളറ്? ചെടിയിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ളൊരു വള്ളിയാണില്ലേ ഇതിങ്ങനെ, കണ്ടില്ലേ? അങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട്. മൂടില്ലാത്ത ആളി ഒരു മടിയനാണ്, ഇങ്ങനെ കിടക്കുക, പടർന്ന് കിടക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത ആളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നു. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എപ്പിഫൈറ്റുകൾ പഠിച്ചു, മരവാഴ, പിന്നെ അർദ്ധപരാദം പഠിച്ചു, പൂർണ്ണപരാദം പഠിച്ചു. അർദ്ധപരാദമാണ് ആര്? ഇത്തിൽക്കണ്ണി അർദ്ധപരാദമാണ്. അതായത് ജലവും ലവണവും മാത്രം വലിച്ചെടുക്കും, ആഹാരം സ്വയം നിർമ്മിക്കും. എന്നാൽ മൂടില്ലാത്ത ആളി എന്താണ്? ഒരു മൂടുമില്ല. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ ഒന്നിനും ഒരു മൂടില്ല, ഇങ്ങനെ പടർന്നു പിടിച്ച് കിടക്കുക. അതിന് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ അത് വലിച്ചെടുത്തിട്ട് അത് അവിടെ ആഹാരമൊന്നും എന്താണ് നിർമ്മിക്കാൻ കഴിയാണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് മൂടില്ലാത്ത ആളി എന്ന് പറയുന്നത്. ഒന്നിനും ഒരു മൂടില്ല എന്ന് തന്നെ അങ്ങോട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും എന്താണ്? ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. സംശയമില്ലല്ലോ? സംശയമില്ല.
ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കുറേ നേരം ഞാൻ വായിട്ട് അലച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ക്ലാസ് ഞാൻ ഉറപ്പായിട്ടും സ്പീഡിൽ പറയാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോവാം. ഫുഡ് വെബ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഫുഡ് വെബ് പഠിച്ചു. അതേപോലെ തന്നെ ഫുഡ് ചെയിൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടായി. അപ്പോൾ പ്രകാശ സംശ്ലേഷണം പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? സംശ്ലേഷണം. പിന്നെ ഇലകളിലേക്ക് നമ്മൾ വർണ്ണകങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഹരിതകത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ സ്റ്റൊമാറ്റയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഇലകളിലെ ക്രമീകരണത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന സസ്യവിഭാഗങ്ങളെയും കൂടി പരിചയപ്പെട്ടു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെട്ടത് കേട്ടോ. അതിൽ മാറിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ വർണ്ണകങ്ങൾ. ചുവപ്പ് ആന്തോസയാനിൻ, മഞ്ഞ സാന്തോഫില്, ഹരിതകം പച്ച. ഓക്കെ, കരോട്ടിൻ ഓറഞ്ച്. അത്രയും കാര്യങ്ങളാണ് അവിടെ പഠിച്ചത്. പിന്നെ ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എപ്പിഫൈറ്റും അർദ്ധപരാതം പൂർണ്ണപരാതമൊക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്, മാറിപ്പോകരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പഠിച്ചത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് ഉടനെ ഇടുന്നതായിരിക്കും. ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്ത് പോകാനാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ കമൻസും റിപ്ലൈ ഒക്കെ പോലെ ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണേ.